ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഇന്ന് മാതാവിന്റെ അമലോത്ഭവ തിരുനാളിന്റെ എല്ലാ മംഗളങ്ങൾ, പ്രാർത്ഥനകൾ, ആശംസകൾ കേട്ടോ. പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ ദിവസം ഫീസ്റ്റൊക്കെ ആഘോഷമുള്ള ഒരുപാട് പേര് കാണും. അവരെല്ലാം പ്രത്യേക സിസ്റ്റർമാരെ കാണാൻ സാധ്യത, എല്ലാവരും ഓർക്കാം കേട്ടോ. പിന്നെ മാതാവിന്റെ പ്രത്യേക മരിയ ദാസ് അതൊക്കെ പല രീതിയിലുണ്ട്. അങ്ങനെ പേരെടുത്തിരിക്കുന്ന എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും കേട്ടോ. ഹാപ്പി ഫീസ്റ്റ്. കുഞ്ഞുങ്ങളെ ഉറക്കെ പറ, ഹാപ്പി ഫീസ്റ്റ്. ഓക്കെ, ല്ലോ സഹോദരങ്ങൾ സുഖമായിരിക്കുന്നു, പ്രാർത്ഥനിക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രദേഴ്സിന്റെ ക്ലാസ്സുകൾ, കോൺഫറൻസ്, അങ്ങനത്തെ പല ശുശ്രൂഷകളിലൊക്കെയാണ് വ്യാപരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ആഴ്ച ധ്യാനമുണ്ട്, സമയമാകുമ്പോൾ പറയാം, ഉറപ്പായിട്ടും പറഞ്ഞേക്കാം. പ്രൈസല്ലോ. അവസാനത്തെ റെഡിക്കന്മാരുടെ ധ്യാനമാണ്, പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ നന്മറിഞ്ഞോട് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഈ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് സാമ്പത്തികം ഇല്ലാതെ ഇടയ്ക്ക് പഠനം നിർത്തിപ്പോയ ആൾക്കാരുണ്ട്. പിന്നെ ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരു ഘട്ടം വന്നു, വീട്ടിലൊരു പ്രശ്നം വന്നു, അതുകൊണ്ട് പഠനം നിർത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായിക്കാൻ പോകേണ്ടി വന്നു, അങ്ങനത്തെയൊക്കെയുള്ള പഠനം നിർത്തി. അങ്ങനെ പലവിധ. പിന്നെ വേറൊരു ടീമുണ്ട് കേട്ടോ, ഉഴപ്പി അടിച്ച് കുറേ ഇയർ വായിക്കുകയൊക്കെ അങ്ങനെ നിർത്തിയ ചില ആൾക്കാരുണ്ട്. പലതരത്തിൽ പല കാരണങ്ങൾക്ക് രോഗം വന്നു, പിന്നെ അങ്ങ് പറ്റിയില്ല, ചിലപ്പോൾ കോഴ്സിൻ്റെ പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ പലവിധ കാര്യം, എന്തെങ്കിലും കാരണം എന്തെങ്കിലും ആട്ടെ, ലോകത്തിൻ്റെ ഏത് രാജ്യത്താണെങ്കിലും. അങ്ങനെയുള്ളവർക്ക് ശരിക്കും സിൻസിയറായിട്ട് ആഗ്രഹിച്ച് അവരെ കുറ്റം കണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് വീണ്ടും ഒരു തുടക്കത്തിന് കർത്താവ് അനുവദിക്കും. ചിലപ്പോൾ SLC ഒക്കെ വർഷങ്ങളായിട്ട് എഴുതിയെടുക്കാത്തവരൊക്കെ കാണും, ചിലപ്പോൾ +2. അതേ ഒരു കൃപ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വലിയ ഈസിയുള്ള കാര്യങ്ങളല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ആൾക്കാർ ചോദിച്ചതുകൊണ്ട് അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ലാസ്റ്റ് വരെ ബ്ലെസ് ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. 2 Kings chapter 5 verse 11. തലക്കെട്ട് കൊടുത്തിട്ട് ഇങ്ങനെയാണ്: നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നെ പറയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും ഈശോ ഇങ്ങനെ പ്രവർത്തിക്കും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അങ്ങനെയല്ല. ഈശോ വേറെ രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അതൊക്കെ വലിയ നന്മയ്ക്ക് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തെ തന്നെ ആയിരിക്കും യേശു ഇടപെടുന്നത്, പക്ഷെ വഴി വ്യത്യാസമായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് ചിലപ്പോഴെന്നറിയോ നമുക്ക് കിട്ടുന്ന പല അനുഗ്രഹങ്ങൾ അങ്ങനെ തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. ബൈബിളിലെ മനോഹര രംഗമാണ്. 10 വിധാനം കൊടുത്തിരിക്കുന്നത്. എന്നാൽ നാമാൻ അവൻ കുപിതനായി മടങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഏലീഷ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് തൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമെന്നും കരം വീശി എൻ്റെ കുഷ്ഠം സുഖപ്പെടുത്തുമെന്നും ഞാൻ വിചാരിച്ചിരുന്നു. എൻ്റെ പശ്ചാത്തലം അറിയാം. സിറിയയിലെ രാജാവിൻ്റെ സൈന്യാധിപനായിരിക്കുന്ന നാമാൻ കുഷ്ഠരോഗിയാണ്, പക്ഷെ വളരെ പരാക്രമിയ സൈന്യാധിപനാണ്. അതുകൊണ്ട് രാജാവിന് വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഒരു ഇസ്രായേലിലെ ഒരു പെൺകുട്ടി വേലക്കാരി അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ പ്രവാചകനെ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഗതി കാര്യങ്ങൾ കർത്താവ് സൗഖ്യം കൊടുക്കുമെന്ന് അറിയുന്നത്. അങ്ങനെ വരികയാണ്. വളരെ ഏലീഷ എന്നെ ചെയ്തു. ഏലീഷ അപ്പം തന്നെ പറഞ്ഞു, ഇന്നൊരു കാര്യം ചെയ്യാം, ഒരു ശിഷ്യനോട് അവനോട് പറഞ്ഞാൽ ജോർദാൻ നദിയിൽ ഇറങ്ങിയിട്ട് 7 പ്രാവശ്യം കുളിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞ് ശരീരം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും, എല്ലാം ക്ലിയർ ആവുകയും ശുദ്ധിയെ പ്രായിക്കുമെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഏലീഷ പറഞ്ഞു വിട്ടതാണ് അല്ലേ, ഗേഹസിയോട് ദാസനോട് പറഞ്ഞു വിട്ടതാണ്. അത് അതേ പള്ളി വന്ന് പറയുകയും ചെയ്തതാണ്. പക്ഷേ എന്താണെന്നറിയാവോ, അതിന് ഇഷ്ടപ്പെട്ടില്ല. അതാണ് വിഷയം. അതിന് ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ചിന്തിച്ച് നോക്കിയേ, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ വരുന്ന വഴി മനുഷ്യരിലൂടെ ആയിരിക്കും. പക്ഷെ മനുഷ്യർ പറയുന്നത് പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം ഇത് ദൈവം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അനുസരണത്തിൻ്റെ വലിയൊരു പ്രശ്നമാണല്ലോ. അതായത് മനുഷ്യരിൽ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വിഷയം അല്ലേ. കാരണം നമുക്കൊരു എക്സ്പെക്റ്റേഷനാണ്, ഇതല്ലല്ലോ എൻ്റെ രീതി, ഇങ്ങനെയല്ലല്ലോ, ഇതിൻ്റെ രീതി ഇങ്ങനെയല്ലല്ലോ, ഇതിൻ്റെ അല്ലേ. കാരണം നമുക്കൊരു ധാരണയുണ്ട് ഇത് ഇങ്ങനെയായിരിക്കും. അങ്ങനെയല്ല. അവിടെയാണ് നമ്മുടെ അഹങ്കാരത്തേക്ക് ദൈവങ്ങത്തരത്തെ എളിമപ്പെടുത്തി കഴിഞ്ഞ് ശരിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇല്ല. അങ്ങനെ നമ്മളൊരു ആളല്ലേ, നമ്മളിങ്ങനെ ഒരു അല്ലേ, ഇങ്ങനെയൊക്കെ ഒരു ശിങ്കടിയെ വിട്ട് പറയിപ്പിക്കാൻ പാടുണ്ടോ അല്ലേ. നമ്മൾ സൈന്യാധിപനല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. ഏലീഷ എൻ്റെ അടുത്തേക്ക് വരും അല്ലേ, എന്നിട്ട് നമ്മളെയൊക്കെ ഒന്ന് ബഹുമാനിക്കും, എന്നിട്ട് സംഗതി കർത്താവിനെല്ലാം വിളിച്ചപേക്ഷിക്കും, കരം വീശി കുഷ്ഠനെ സുഖപ്പെടും അല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പക്ഷേ കർത്താവ് സുഖപ്പെടുത്താൻ തന്നെ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ ഇവനൊന്ന് ശരിയാകാനുണ്ടായിരുന്നു. അത് ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശരീരം പൂർവ്വസ്ഥിതിയില്ല, ജോർദാൻ നദിയിൽ ഇറങ്ങി കുളിച്ച് ശരീരം എല്ലാം ഓക്കെ. അത് പിന്നെ അടുത്ത ദിവസം ഞാൻ പറഞ്ഞേക്കാം.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല കാര്യങ്ങളിലും നമ്മളെയും കൂടി ഒന്ന് ശരിപ്പെടുത്താൻ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം നമ്മൾ വിചാരിക്കാത്ത വ്യത്യസ്തമായ വഴികളോടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, അപ്സെറ്റ് ആകാതിരിക്കുക. ക്ലിയർ ആയല്ലോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ വചനം നമുക്ക് നല്ല ബലമാണല്ലോ. സ്തുതിക്കാം, നന്നായി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട്, കൃപകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്ന കർത്താവെ. ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ആശ്രയം ഇവരെ ശല്യപ്പെടുന്ന പൈശാചിക ശക്തികൾ ഈശോയുടെ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാത്മയിലേക്ക് ബന്ധിക്കുന്നു. ഈശോ എന്ന നാമം നിങ്ങളെ വന്ന് പൊതിയട്ടെ. കർത്താവെ, പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ വലിയ ഒരു മധ്യസ്ഥവും സഹായവും എല്ലാം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ കർത്താവെ, പരിശുദ്ധ ബലഹൃദയത്തെ എല്ലാം പ്രതിഷ്ഠിക്കുന്ന കർത്താവ്, പ്രത്യേകിച്ച് കർത്താവരെല്ലാം ബ്ലെസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് പഠനം ഏത് കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതാണെങ്കിലും അനുദപിക്കേണ്ടവർ അനുദപിക്കട്ടെ, തീരുമാനം തീരുമാനം എടുക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാസം അങ്ങനെ തീരട്ടെ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, അവർക്ക് കോഴ്സുകൾ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാനുള്ള തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കും, വിട്ടുമാറിപ്പോട്ടെ. ശക്തമായ ദൈവകൃപ നിറയട്ടെ. ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം കൃപയുണ്ട്. വിശുദ്ധ കുരിശനാൽ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് കോഴ്സ് മുടങ്ങിപ്പോയവർക്ക് അവരുടെ കൂടെ പ്രത്യേകിച്ച് ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.